ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. لا يؤمن بأحد بالله لا يؤمن بأحد بالله إلا بحب رسول الله. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഓക്കെ. സൂറത്തുൽ ഫാത്തിഹ ജൗഹർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമീൻ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ സമയത്തേക്ക് എത്തുകയാണ്. ലാസ്റ്റ് ടൈമിലേക്ക് എന്ന് പറഞ്ഞാൽ ഇനിയൊരു 3 രാത്രി അല്ലെങ്കിൽ 4 രാത്രിയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലേ? 5 രാത്രി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നോമ്പ് 29 ആകാം, ചിലപ്പോൾ നമുക്ക് 30 കിട്ടിയേക്കാം. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്നൊന്നും ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ലോകം ഉണ്ടാവുമോ, ഈ ലോകം അവസാനിച്ചു പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഗോൾഡൻ ടൈമാണ്, ഏറ്റവും നല്ല സമയം, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റമദാനിൽ ഖുർആൻ്റെ മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഖുർആൻ്റെ മാസമാണ്, ഖുർആൻ്റെ ഫെസ്റ്റിവലാണ്, ഖുർആൻ്റെ ഉത്സവമാണ്. ഖുർആൻ മാക്സിമം നമ്മൾ പാരായണം ചെയ്യുക, റിസൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നവർക്ക് അത്രയും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ റമദാൻ അല്ലാത്ത ബാക്കി 11 മാസങ്ങളിലും സാധാരണഗതിയിൽ ഖുർആൻ ആരും ഓതാറില്ല, ഇങ്ങനെ ഖത്തം തീർക്കാറില്ല. റമദാൻ മാസമാണ് എല്ലാവരും ഒന്ന് ഖത്തം തീർക്കുക. മറ്റു മാസങ്ങളും ഖത്തം തീർക്കാൻ ഉള്ളത് തന്നെയാണ്, ഓതാനുള്ളതാണ്. എന്നാൽ റമദാനിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് എത്ര ഓതി എന്നൊന്ന് ഓരോരുത്തരും പറയണം. നിങ്ങൾ ഖുർആൻ എത്ര ഓതി? കൈകൊണ്ട് വിരലുകൊണ്ട് ജുസ് പറയാൻ പറ്റുന്നവർ വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. 6 ജുസ് മുഹമ്മദ് അലി, 22 ജുസ് ജൗഹർ. 0 ഉള്ളവർ ഇങ്ങനെ കാണിക്കാം, അല്ലേ? 0. 1 ഉള്ളവർ 1 കാണിക്കുക, 2 ഉള്ളവർ 2 കാണിക്കുക. 6 ജുസ് നമ്മുടെ സെഹ്റ. 9 ജുസ് 9ൽ പഠിക്കുന്ന ആതിഫ്. ഓക്കെ, 1 ജുസ് ആഫിയ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓതിയിട്ട്. 1 ജുസ് ഹൈസാൻ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓതിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടുണ്ടോ? ഖത്മുൽ ഖുറാൻ്റെ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. കണ്ടവർ കൈപൊക്കിയേ. ഖത്മുൽ ഖുറാൻ്റെ ആതിഫ് കണ്ടു, ഹിബ കണ്ടു, 2 പേര് കണ്ടു, അഷ്ഫാഖ് കണ്ടു, നാസിൻ കണ്ടു. ഖത്മുൽ ഖുറാൻ്റെ ആ മെസ്സേജ് വായിച്ചിട്ട് ആതിഫിന് എന്താണ് മനസ്സിലായത്? 11 o'clock മുതൽ രാത്രി മുഴുവൻ ഖുറാൻ ഓതാം. അപ്പോൾ രാത്രി മുഴുവൻ ഉറക്കം കഴിഞ്ഞാൽ പിറ്റേന്ന് സ്കൂളിൽ പോകണ്ടേ? സ്കൂളുണ്ട്.
എനിക്ക് സ്കൂളുണ്ട്. സ്കൂളുള്ള കുട്ടികൾക്ക് അത് മുഴുവൻ സമയം ഇരിക്കുക ബുദ്ധിമുട്ടാണ്. സേറ ഞാൻ 15 ജ്യൂസ് ദിവസാ. ഓക്കെ. സൈനയോ? ഓക്കെ. അപ്പോൾ ഇതിൽ സാധിക്കുന്നവരിരുന്നാൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. പറ്റുന്ന കുട്ടികൾക്ക് രാത്രി 11:30-ക്ക് 11:30 വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഗൾഫിലുള്ള കുട്ടികൾക്കും കൂടെ തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ ഖുർആൻ കാണിക്കും, അതിൻ്റെ കൂടെ റെസിറ്റേഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ നോക്കിയിട്ട് ഓതുക. ഒരു ദിവസം 7 ജുസ് മിനിമം നമുക്ക് രാത്രി ഓതി തീർത്താലാണ് ഈ 4 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് 30 ജുസ് നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു രാത്രി 7 ജുസ് എന്ന് പറഞ്ഞാൽ എത്ര പേജാന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു ജുസ് എത്ര പേജാന്ന് അറിയോ? ഒരു ജുസ് എത്ര പേജാന്ന് അറിയുന്നവരൊക്കെ കൈവക്ക്. വിരലോണ്ട് കാണിച്ചാൽ മതി, എത്ര പേജ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. 2 അല്ലേ? 2 പേജാ ഒരു ജുസ് എന്ന് പറഞ്ഞാൽ? അല്ല, 20 പേജ് അല്ലേ? 20 പേജാണ് എങ്കിൽ 7 ജുസ് എന്ന് പറഞ്ഞാൽ എത്ര പേജാണ്? മഹ്ഫൂസ് മാത്സിൽ എക്സ്പെർട്ടാണ്. 200 something. ആരാണ് നിങ്ങളെ മാത്സ് പഠിപ്പിക്കുന്നത്? 20 പേജാണ് ഒരു ജുസ് എങ്കിൽ 7 × 20 7 × 20 ആണ് ചോദിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ടുള്ള ആൻസറും ആണല്ലോ. 140 അഥവാ 140. 7 × 2 നോക്കിയാൽ മതി ആൻസർ കിട്ടാൻ. മാത്സിന് കുറേ ഈസി ആയിട്ടുള്ള വേ ഉണ്ട്, അതിലൊന്നാണത്. 7 × 2 7 × 2 14 140 എബോവ്. മാക്സിമം 145 പേജ് ഉണ്ടാവാം. ഒരു ദിവസം നമുക്ക് 140 പേജുകൾ ഒരു രാത്രി കൊണ്ട് ഓതി തീർത്താലാണ് റമദാൻ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റും. ഈ മീറ്റിങ്ങിൽ ഇന്ന് വന്നിട്ടുള്ള ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അതിൽ പങ്കെടുക്കാൻ താല്പര്യം മാത്രം പോരാ, അതിന് ആദ്യം വേണ്ടത് എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു രാത്രി 140 പേജ് ഓതാൻ നിങ്ങൾക്ക് അതിൽ ഖത്മുൽ ഖുർആനിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ഹസനെ? തഖ്വല്ല, വൈഫൈ വേണം. ഓക്കെ, തഖ്വ പിന്നെ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ, ഡാറ്റ വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഇത്രയും സമയമൊന്നും ഓൺലൈനിൽ ഇരിക്കാൻ കഴിയില്ല. വൈഫൈ ഉള്ള വീട്ടുകാർക്ക് മാത്രമാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ ജോയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ കേൾക്കുക, അത്രയേ ഉള്ളൂ. രണ്ടാമത് വേണ്ടത് വീട്ടിൽ കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി. ഫോൺ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം ചാർജർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവണം. അപ്പം ഇൻവേർട്ടറുള്ള വീട്ടുകാർക്കാണത് സാധിക്കുക. പിന്നെ മൂന്നാമത്, ഉറക്കം തൂങ്ങികളായ കുട്ടികൾക്ക് ഇത് നടക്കൂല. ഉറക്കം തൂങ്ങികൾ എന്ന് പറഞ്ഞാൽ എന്താ ജൗഹറെ? 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് രാത്രി ഉറങ്ങി ഇങ്ങനെ വീഴുന്നവരാണെങ്കിൽ പറ്റില്ല. കഴിഞ്ഞ റമദാനിൻ്റെ 3 റമദാൻ മുമ്പാണിത് നമ്മൾ ഒരിക്കൽ ചെയ്തത്. അന്ന് നമ്മളിടയ്ക്ക് ഓരോ 10 പേജ് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്ക്രീൻ ഓൺ ആക്കി എല്ലാവരോടും വീഡിയോ ഓൺ ആക്കുക എന്ന് പറയും. എല്ലാവരും വീഡിയോ ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ നോക്കി ഓതുക ചെയ്യുക. ഒരു കുട്ടിയുടെ വീഡിയോ എത്ര ആയിട്ട് ഓൺ ആവണില്ല. വീട്ടിൽ വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ചോദിക്കുമ്പോൾ കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? കുട്ടികളല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് ബൈ ഫോഴ്സ് അല്ല, ഇഷ്ടത്തോടു കൂടി വരുന്ന 10 കുട്ടികളാണെങ്കിൽ 10 കുട്ടികൾ ഇത്ര മതി. ഇനി 5 പേരാണ് 5 പേര്, അത് അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു റെക്കോർഡ് കൂടിയാണ്. 30 മണിക്കൂർ കൊണ്ട് 30 ജുസ്, 1 മണിക്കൂറിൽ 1 ജുസ്. ശരിക്കും 1 മണിക്കൂർ വേണ്ട, ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഫിനിഷ് ആവും. നല്ല സ്പീഡിലുള്ളൊരു റിസൈറ്ററാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഷെയ്ഖ് അത് മിക്കവാറും അൽ-ഗാമിദി ആയിരിക്കും. അൽ-ഗാമിദി എന്ന റിസൈറ്ററാണ് ഞാൻ വെച്ചിട്ടുള്ളത്. മിഷാരിയൊക്കെ വെച്ചാൽ ചിലപ്പോൾ 4 ദിവസം മതിയാവില്ല, ഒരാഴ്ച 2 ആഴ്ച വേണ്ടി വരും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. താല്പര്യമുള്ള ഇതിലിപ്പോൾ ആരൊക്കെ ജോയിൻ ചെയ്യാനൊരു സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞേ. ജൗഹർ ഉണ്ടാവും, ജെ ഉണ്ടാവും, 2 പേര്. സേറാക്കൊക്കെ കഴിയോ? നാളെ സ്കൂളില്ലേ? സ്കൂളുണ്ട് പക്ഷെ കഴിയും ഞാൻ ഇരിക്കലുണ്ട് അങ്ങനെ ഏ ഞാൻ അങ്ങനെ ഇരിക്കലുണ്ട്. നൈറ്റോ? പഠിക്കുന്നിട്ട് ഓതാൻ പറ്റുമോ? ഉറക്കം വരില്ലേ? രാത്രി മുഴുവൻ ഇരുന്ന് ഓതാൻ പറ്റുമെങ്കിൽ ഓക്കെ, പാരൻസിനോട് പെർമിഷൻ ചോദിച്ച് എനിക്ക് പറയണം, പേര് തരണം. മെഹ്ഫൂസിന് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. നിനക്ക് പറ്റൂ. അനക്ക് നാളെ സ്കൂളില്ല, എക്സാം എല്ലാം കഴിഞ്ഞു. ഇത് ഓതണം, ഇരുന്ന് ഗെയിം കളിക്കാൻ പറ്റില്ല. ഗെയിം കളിക്കാതെ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഗെയിം കളിച്ചാ പോരായിരുന്നു. ആ ഓക്കെ, ഇബിലീസ് വന്ന് പലതും പറയും. ഓക്കെ, ഹസന് കഴിയട്ടോ? അവിടെ വൈഫൈ ഉണ്ടോ? ഹസന്റെ വീട്ടിൽ വൈഫൈ ഉണ്ടോ? വൈഫൈ ഇല്ലെങ്കിൽ പറ്റില്ലടാ. തന്നെ എന്നെ അൺമ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കാം. ഇനിയിപ്പോൾ ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റുന്നവർ ആ ദിവസം പങ്കെടുത്താലും മതി. ഇപ്പം ഇന്ന് പറ്റില്ല നാളെ പറ്റും അങ്ങനെയുള്ളവർ നാളെ പങ്കെടുത്താൽ തന്നെ 7 ജുസ് തീർക്കാമല്ലോ ഒറ്റ രാത്രി കൊണ്ട്. ഓക്കെ, മെഹ്ഫൂസിന് പറ്റുമെങ്കിൽ പങ്കെടുത്തോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഖത്മുൽ ഖുറാനുമായിട്ട് ഇന്ന് രാത്രിയാണ് അത് തുടങ്ങുക. സമയം ഇന്ത്യൻ സമയം രാത്രി 11:30 മണിക്കാണ് തുടങ്ങുക. എന്താ ചോദിക്കാനുള്ളത്? മെഹ്ഫൂസിന് എന്താ ചോദിക്കാനുള്ളത്? ഓരോ ജ്യൂസും നോക്കി ഓതതാ. നോക്കിയിട്ട് ഇവിടെ സ്ക്രീനിൽ ഖുറാൻ കാണിക്കും. സ്ക്രീനിൽ ഖുർആൻ ഉണ്ടാവും, കൂടെ അതിൻ്റെ കൂടെ കാര്യം ഓതും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിലേക്ക് കണ്ണുകൊണ്ട് തുറന്ന് കണ്ണിങ്ങനെ നോക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ഓതുക, ഉറക്കം ഓതുക. അപ്പോൾ ഒരു കാര്യൻ്റെ കൂടെ ഓതുമ്പോൾ നമുക്ക് 2-3 ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ തിലാവ ശരിയാവും, പ്ലസ് നമുക്കതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. കാര്യം ഓതുന്ന എന്താണ് മഖറജൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അഷ്ഫാഖിന് എന്താ ചോദിക്കാനുള്ളത്? വീട്ടിലുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റോ? എല്ലാവരും പാരൻസിനും പങ്കെടുക്കാം കേട്ടോ. ഇതിൽ പാരൻസൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അത് പറ്റുന്നവർക്കൊക്കെ പങ്കെടുക്കാം. ജൗഹർ ദുബായ് ടൈം എത്ര മണിക്ക് 10 മണി, 10 o'clock സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എത്ര നിങ്ങൾക്ക് മണിക്ക്? സുഹൂറിൻ്റെ മുമ്പ് അത് കഴിയും. സുഹൂറിൻ്റെ സമയമാകുമ്പോൾ പറയാം. എല്ലാ 10 പേജ് ഓതി കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്യും. ഒന്ന് വെള്ളം കുടിക്കാനും ജസ്റ്റ് ഒരു ബ്രേക്ക് ഉണ്ടാവും ഓരോ 10 പേജ് കഴിയുമ്പോൾ. പിന്നെ ഓരോ ജുസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വാഷ്റൂം പോകാനോ ഒന്ന് റിലാക്സ് ചെയ്യാനും ഓരോ ജുസ് 20 പേജ് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. മെഹ്ഫൂസിന് വീണ്ടും ക്വസ്റ്റ്യൻ. അപ്പൊ ചില ആൾക്കാർ ഉറങ്ങിയാലോ, എങ്ങനെ എണീപ്പിക്ക? അങ്ങനെ ഉറങ്ങൂല, ഓതുന്നവർ ഉറങ്ങൂല. ഓതാത്ത മടിയുള്ള ആളുകളാണ് ഉറങ്ങുക കേട്ടോ. പിന്നെ ഇതിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വരണ്ടവില്ല. എനിക്ക് തോന്നുന്നില്ലടാ പിന്നെ ഹസനെ എനിക്ക് പറ്റുന്നു. അവിടെ നെറ്റ് ഇല്ലല്ലോ, ഡാറ്റ അല്ലേ? നാളെ ഉപയോഗിച്ചാല് കൂടാൻ പറ്റുമോ? വൈഫൈ കൂടാൻ പറ്റുമോ നാളെ? നാളെ വൈഫൈ വെക്കുക ഇതിനു വേണ്ടിയിട്ട്? അത് നടക്കും തോന്നുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടൊക്കെ വൈഫൈ കിട്ടുമെന്ന് തന്നെ തോന്നുന്നില്ല കേട്ടോ. നീ വേണേൽ ഡാറ്റയിൽ കുറച്ച് നേരം ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. 11:30 വന്നിട്ട് ഡാറ്റ തീരുന്നവരെ. അല്ലെങ്കിൽ 5 GB 10 GB 1 night എന്നൊക്കെ പറഞ്ഞ ഓഫറൊക്കെ ഉണ്ട്. അതൊക്കെ റീചാർജ് ചെയ്തിട്ട് ഇരിക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ഇരുന്ന് റിസ്ക് എടുത്ത് ഓതാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജൗഹറിന് എന്താ പറയാനുള്ളത്? മിനിമം എത്ര ജ്യൂസ് ഓതും? ഡെയിലി 7 ജ്യൂസ് തീർക്കണം ഇൻഷാ അല്ലാ. 7 ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസ് 20 പേജാണ്. അപ്പോൾ 140 പേജുകൾ നമുക്ക് ഒരു ദിവസം തീർക്കാനുണ്ട്. ഹസൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഈ ഡാറ്റക്ക് തന്നെ. എടാ, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് പറഞ്ഞത്. നീ രാത്രി മുഴുവനും ഇരുന്ന് ഓതാൻ തീരുമാനിച്ചു വന്ന് ഡാറ്റ കഴിഞ്ഞാൽ നിനക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്രീനിൽ ഉണ്ടാവും, കാര്യം ഓതും, അതിൻ്റെ കൂടെ നിങ്ങളും ഓതുക എന്നുള്ളതാണ്. മെഹ്ഫൂസ് അപ്പൊ എന്താ പറയാ, നമ്മള് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ?
മിസ്റ്റേക്സ് ഉണ്ടാവില്ല. 2-3 കാര്യമുണ്ട് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ. ഒന്ന്, തജ്വീദ് കളർ കോഡഡ് ഖുർആനാണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യം കളറ് എവിടേക്കാന്നുള്ളത് ആദ്യം പറഞ്ഞു തരും. പ്ലസ് ഖാരീൻ്റെ കൂടെയാണ് നിങ്ങൾ ഓതുന്നത്. റിസിറ്റേഷൻ നിങ്ങൾക്ക് കേൾക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഓതുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റൂല, നിങ്ങൾക്ക് കൂടെ തീർക്കും ചെയ്യും ഇൻഷാ അല്ലാ. അഷ്ഫാഖിന് എന്താ ക്വസ്റ്റ്യന്? എത്ര മണി വരാ? രാത്രി മുഴുവൻ, അതായത് രാവിലെ ഭക്ഷണം കഴിക്കുന്നവരെ. അതിന് മുമ്പ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ്, നാട്ടിലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. നാട്ടിലെ സമയം 11:30 നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എൻഡ് ആക്കും. പിന്നെ UAE കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സുഹൂറിനുള്ളൊരു ബ്രേക്കും ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് ഇൻഷാ അല്ലാ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാ ഇനി വരാൻ പോകുന്ന ഈദിൻ്റെ പേരെന്താ? ഈ പെരുന്നാളിൻ്റെ പേരെന്താണ്? ഈ വരുന്ന പെരുന്നാളിൻ്റെ പേരെന്താണ്? ജിയ, ജിയ. ഈദുൽ ഫിത്ർ. ഫിത്ർ അല്ലേ? ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ, നമ്മൾ ബലി പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ, 2 പെരുന്നാൾ ഈക്വൽ തന്നെയാണ്. ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണ് ഉള്ളത്. അതിൽപ്പെട്ട 2 പെരുന്നാളുകളാണ്. അതൊന്ന് വലുതും ചെറുതും ഒന്നുമല്ല. ഒന്ന് ബലിയാണ്, വലിയല്ല. അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, ബലി പെരുന്നാളിന് ഉളുഹിയത്ത് ചെയ്യാറുണ്ട് അല്ലേ? ഉളുഹിയത്ത് എന്താണെന്ന് അറിയില്ലേ? ആടിനറുക്കുക അല്ലെ പോത്തിനറുക്കുകയൊക്കെ ചെയ്യൂലേ, ബലി ചെയ്യുക. അതുപോലെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്ർ, ഇതിനെന്താണ് നമ്മൾ ചെയ്യാറുള്ളത് നോർമലി? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സഹ്റ? ഫിത്റിന്റെ അരി. അരി അല്ലേ? ഫിത്റിന്റെ അരി നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നവരൊക്കെ കൈപൊക്ക്. ഹൈസാന്റെ വീട്ടിൽ കിട്ടാറുണ്ട്. പിന്നെ ആരുടെ വീട്ടില? ഹസന്റെ വീട്ടിൽ കിട്ടാറുണ്ട്. പിന്നെ ആരുടെ വീട്ടിലാണ്? ആ അരി ആർക്കുള്ളതാണ് എന്ന് ആർക്കെങ്കിലും അറിയോ? ആ അരി ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ് അതരി? ഫസ്ലുർ റഹ്മാന്, ആർക്കുള്ളതാടാ? പാവപ്പെട്ടവർക്ക്. അപ്പോൾ നിങ്ങൾ പാവപ്പെട്ടവരാണോ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഉപ്പാനോട് ഇന്ന് തന്നെ പറയേണ്ട കാര്യം, പള്ളിയിൽ പറയാ ആ അരി നമുക്ക് വേണ്ട എന്ന് പറയണം. അത് പുണ്യമൊന്നുള്ള അരിയല്ല. അത് നേർച്ച ചെയ്തു വന്ന പുണ്യമുള്ള അരി അങ്ങനെയൊന്നും അല്ല അത്. ആ അരി ആർക്കാ പോകേണ്ടത്? അത് അന്ന് അരി വെക്കാൻ വകയില്ലാത്ത പാവങ്ങൾക്ക് പോട്ടെ. നിങ്ങളെ പള്ളിയിലെ മഹല്ലിൽ ഒരു 500 വീടുണ്ടെന്ന് വിചാരിച്ചോ 500 ഹൗസസ് ഉണ്ടെന്ന് വിചാരിച്ചോ നിങ്ങളെ പള്ളിയുടെ കീഴിൽ. അപ്പോൾ 500 വീട്ടിൽ നിന്നും അരിയൊക്കെ എത്തി, ചാക്ക് കണക്കിന് അരി അവിടെ ഉണ്ട്. 500 വീട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഈ അരി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വേണ്ട? ഒരു 100 വീട്ടുകാർ പാവപ്പെട്ടവരുണ്ട്, ബാക്കി 400 വീട്ടിൽ അരി എന്ത് ചെയ്യും ആത്തിഫെ? ആർക്കാ പറയാൻ പറ്റുക? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, മഹല്ല് പള്ളി. കണ്ടവർ കൈപൊക്കി. ഇങ്ങനെ മഹല്ല് പള്ളി, ഖബറിസ്ഥാനുള്ള പള്ളി, നമ്മൾ പോയിട്ട് ഖബറിൽ വെക്കേണ്ട ഖബർ അല്ലെ, നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി വെക്കുന്ന പള്ളി, അതാണ് മഹല്ല് പള്ളി അല്ലേ? ആ മഹല്ല് പള്ളിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി ഇങ്ങനെ കാണിച്ചേ. നിങ്ങൾ പോയിട്ടുണ്ടോ? മഹല്ല് പള്ളിയിൽ പോയിട്ടുണ്ടോ? ആ മഹല്ല് പള്ളിയിൽ ഈ റമദാനിൻ്റെ പെരുന്നാളിൻ്റെ തലേന്നായിട്ട് ചാക്ക് കണക്കിന് അരി ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അത് കണ്ടവർ കൈപൊക്ക്. കണ്ടിട്ടുണ്ടോ? അത് കാണാത്തവരുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ അരി വെച്ചിട്ട് ആ അരി ഇങ്ങനെ വിതരണം ചെയ്യും. ആ വിതരണം ചെയ്യുന്ന അരി നിങ്ങളുടെ നാട്ടിൽ 500 വീടുകളുണ്ട്. അതിൽ 100 വീടുകൾ പാവപ്പെട്ടവർ, അവർക്ക് കൊടുത്തു. ബാക്കി 400 വീട്ടുകാർക്കും പറഞ്ഞു ഞങ്ങൾക്ക് അരി വേണ്ട എന്ന് പറഞ്ഞു.
അപ്പൊ ഇനി അരി എന്ത് ചെയ്യും? ആർക്കാ പറയാൻ പറ്റും? സാലിഫ് പറഞ്ഞേ. സാലിഫെ. വലൈക്കും അസ്സലാം. പറ, എന്ത് ചെയ്യും? ബാക്കി അരി അപ്പൊ പുതുതായിട്ട് വന്നതായതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഒരു മഹലിൽ 500 വീടുകളുണ്ട്, 500 ഹൗസസ് ഉണ്ട്. 500 ഹൗസസ് നിന്നും 100 റുപ്പീസ് വീതം, 100 ഒന്നുമല്ല കിട്ടും, ഒരു വീട്ടിൽ നിന്ന് തന്നെ 500 600 ഒക്കെ കിട്ടും. എത്ര നമ്പർ ഓഫ് പീപ്പിൾസ് ഉണ്ടോ, ഒരു കുട്ടിക്ക് നാട്ടിലെ രൂപയാണെങ്കിൽ 100 റുപ്പീസ്. നിങ്ങളെ വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, മാത്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റുക നോക്കുക. ഒരു വീട്ടിൽ 500 ആണ് കിട്ടുന്നതെങ്കിൽ 500 ഇൻറ്റു 500 എത്രയായി? സിമ്പിളാണ്. 500 ഇൻറ്റു 500, 500 ഇൻറ്റു 500, 250,000. 250,000. മുഹമ്മദ് അലി 25,000. 25,000. 25,000. സെറ 1000. 1,000. അതെങ്ങനെ? 500 ഇൻറ്റു 500 ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഷെസാൻ ഫർഹദ് 25,000. 25,000. ജൗഹർ 250000. എത്ര സീറോ ഉണ്ട്? 4 0. 4 സീറോ ഉണ്ട്. ഓക്കെ, വെയിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വീടുകളിൽ നിന്നൊക്കെ കിട്ടിയ 100 പേർക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ, പാവങ്ങളായിട്ടുള്ളവരുള്ളൂ. അവർക്ക് അരി കൊടുത്തു. ബാക്കി 400 പേരുടെ അരി അവിടെ ആ മഹലിൽ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് അലി. ആ പാവപ്പെട്ടവരില്ലേ, ആ, അവർക്ക് വീണ്ടും 400 അരിയിൽ നിന്ന് വിതരണം ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ചാക്കുകൾ മൊത്തം ഓൽക്കാട് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഒരു വീട്ടുകാർക്ക് 3 4 ചാക്ക് അരിയാണ് കിട്ടും അല്ലേ? അതാണ് മുഹമ്മദ് അലി ചെയ്യാൻ. മുഹമ്മദ് അലി ബുദ്ധിമാനാണ്. കാരണം ഇനി പണക്കാരായ ആളുകളല്ലേ ബാക്കിയുള്ള 400 പേരും. അപ്പോൾ ഈ മഹലിലുള്ള 100 പേർക്ക് എന്തിനാണ്, അല്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ പാവപ്പെട്ടവരൊക്കെ തന്നെ അവർ ഈ ഒരു കൊല്ലം മൊത്തം ഇനി അരി വാങ്ങണ്ട, അവർ പണിക്കൊന്നും പോകണ്ട, അവർ വെറുതെ ഇരുന്നോട്ടെ എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ഓക്കെ, ജൗഹർ എന്താ പറയണത്? ബാക്കിയുള്ളത് നമുക്ക് തിന്നാം. നമുക്ക് എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിക്കാരാ? അല്ല, നമുക്കെടുക്കാം ബാക്കി. നമുക്ക് എന്ന് പറഞ്ഞാൽ ആര്? പള്ളി കമ്മിറ്റി. പള്ളി കമ്മിറ്റിക്കാരെടുക്കാനൊന്നും പറ്റില്ല. എന്തത്? അപ്പോൾ സക്കാത്ത് പൈസ ഒക്കെ അങ്ങനെ എടുത്താൽ പോരെ? എന്നാൽ പള്ളിയിൽ വരുന്ന പൈസയും സക്കാത്ത് പൈസയും ഒക്കെ മഹലുകാർ ഇരുന്ന് അങ്ങ് എടുത്താൽ പോരെ? സെഹ്റ അടുത്ത വീട് ഇല്ലെങ്കിൽ കുറച്ച് ദൂരം പോയിട്ട് കൊടുക്കേണ്ടി ആ, വരും. അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഈ മഹലിൽ എന്നെ വിതരണം ചെയ്യണമല്ലോ, അപ്പുറത്തെ മഹലിൽ ഉണ്ടാവും. നിങ്ങളെ നാടിന്റെ തൊട്ടപ്പുറത്തെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവിടൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരു മഹലിൽ 500 പേരും പൈസക്കാരാണ്, അവർക്ക് ആർക്കും ഈ അരിൻ്റെ ആവശ്യമല്ല. നിങ്ങൾ ആ അരി പാവപ്പെട്ടവർക്ക് കൊടുത്തോളി, ഞങ്ങൾക്ക് വേണ്ടാന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ മഹലിലെ എവിടെയാണോ പാവങ്ങളുള്ളത് അവിടേക്ക് പോകും. അങ്ങനെ കേരളത്തിലുള്ള മിക്ക മഹല്ലുകളിൽ നിന്നും അങ്ങനെ അരികൾ മാറി 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 വന്ന് ആർക്കും അത് വേണ്ടാത്ത അവസ്ഥയിൽ വരുമ്പോൾ അതെങ്ങോട്ട് പോവും? കോഴിക്കോട് ജില്ലയിലുള്ള, ഞാൻ എൻ്റെ ജില്ല കോഴിക്കോട് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്താൽ, നിങ്ങളെ ജില്ല ഇമാജിൻ ചെയ്തോ. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മുസ്ലിം മഹല്ലുകളിലെ അരിയും ടൺ കണക്കിന്, കിൻഡൽ കണക്കിന് അരി ഇങ്ങനെ ലോഡായിട്ടുള്ള ട്രക്കുകൾ ഇങ്ങനെ കോഴിക്കോട് നിന്ന് പുറത്തേക്ക് പോവാണ്. കോഴിക്കോടുള്ളവർക്കൊന്നും വേണ്ട. അപ്പം എന്താവും? അപ്പം എന്താ ചെയ്യുക? ഒന്നെങ്കിൽ മലപ്പുറത്തേക്ക് പോകും. മലപ്പുറത്തുമാരും പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ അവിടെ ടൺ കണക്കിന് അരി ബാക്കി കിടക്കുകയാണ്, ഞങ്ങൾക്കും വേണ്ട, എന്തിനാണ് ഈ അരി, ഞങ്ങളെ വീട്ടിലൊക്കെ ഈ അരി ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ കോഴിക്കോടും മലപ്പുറത്തും പിന്നെ കാസർഗോഡും കണ്ണൂരും ഈ ഇങ്ങോട്ട് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ അരി ഇങ്ങനെ ഇത്രയും അധികമായി. കേരളം മൊത്തം അരി കൊണ്ട് നിറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഹലോ, ആ ആദ്യം കേരളത്തിന്റെ പുറത്തോ? ഏ കേരളന്റെ പുറത്തോ? തമിഴ്നാട്ടിലേക്ക് വിടും.
അങ്ങനെ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ തമിഴ്നാട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് അരി വേണം ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് ഇവിടെ അരിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ, സാലിഫ്. അത്രയും ചാക്ക് എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി. വലിയ കണ്ടെയ്നറിലാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയുമെന്ന് ആണ് സാലിഫിന് തോന്നിയത്. ഓക്കെ, റിസ്വാൻ എന്താ തോന്നിയത്? റിസ്വാൻ. പലസ്തീൻക്ക് വിതരണം ചെയ്യും. ആ, അതൊരു നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥലം അവിടെയാണ്. അപ്പോൾ ഫലസ്തീനിലെ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇത്രയും അരികൾ വിതരണം ചെയ്യും. ഇനി ഒരു ചോദ്യം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. ഇപ്പം നിങ്ങളുടെ നാട്ടിലെ മഹലിൽ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഈ അരി കൊടുക്കാൻ പാടുണ്ടോ? പാടുണ്ടോ ഇല്ലേ? ഫാത്തിമ ജന്ന. പാടുണ്ട്. പാടുണ്ട്. ഷെസാൻ ഫർഹദ്. കൊടുക്കാം. കൊടുക്കാം. സൽമാൻ. കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നവരുണ്ടേ കൈബുക്ക്. ഭാഗ്യം, എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള മക്കളായിട്ട് അടുത്ത ജനറേഷൻ വളരട്ടെ. അള്ളാഹു അതിന് പ്രത്യേക ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറ. ഓക്കെ, ഇതാണ് വേണ്ടത് കേട്ടോ. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. കുറേയായിട്ട് നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നല്ല, കാര്യമുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ നമ്മൾ ഈ രീതിയിലുള്ള മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഈ അരി ഇങ്ങനെ പോയി 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 ആവശ്യക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടുകയാണ്. ചില ആൾക്കാരെ വിചാരം എന്നറിയും, നിങ്ങളെ പേരൻസിനൊക്കെ ഒരു തെറ്റിദ്ധാരണ, നിങ്ങൾ പറയണം കേട്ടോ. ആ പേരൻസിന് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേന്ന് ഒരു അരിച്ചാക്കുമായിട്ട് ആരെങ്കിലും വരുമ്പോൾ അരി കൊണ്ടൊരു എന്തോ ബറക്കത്തുള്ള അരിയായിട്ടാണ് വിചാരിച്ചു വെക്കുന്നത്. ബ്ലണ്ടറാണ് അവർ ചെയ്യുന്നത്. പേരൻസിനോട് പറയാം അത് കേട്ടല്ലേ, അത് പാവങ്ങൾക്കുള്ളതാണ്, അത് പോട്ടെ എന്ന് പറ. നിങ്ങൾ ഒഴിവാക്ക്. അതേ പള്ളി കമ്മിറ്റിയിൽ വിളിച്ച് പറയാം, നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ട് ഇങ്ങനെ വിരൽ കാണിച്ചേ, ഫിംഗർ കൊണ്ട് കാണിച്ചില്ലേ, എത്ര പേരുണ്ട്? അത്രയും പേരുടെ അരി വേണ്ടാന്ന് പറയണം. ഉപ്പാനോട് തന്നെ പറയണേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം മഹലിൽ. അത് പോട്ടെ, എത്തേണ്ടടുത്ത് എത്തട്ടെ അല്ലേ. ഒരാൾക്ക് വിശക്കുന്ന ഒരാള് വിശപ്പ് എന്താന്ന് ഇപ്പോൾ നിങ്ങളോട് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? വിശപ്പ് എന്താന്ന് മനസ്സിലാവുമോ? ഹംഗ്രി അല്ലേ? ഇപ്പം മനസ്സിലാവും. കാരണം റമദാനിൽ നോമ്പ് വെച്ചിട്ട് മഗ്‌രിബ് ബാങ്കിന്റെ മുമ്പുള്ള 5 മിനിറ്റ് ആലോചിച്ചാൽ അതാണ് വിശപ്പ് അല്ലേ. ഇത് ഹാഫ് ഡേ 12 hours to 14 hours നമ്മൾ വിശന്നിരിക്കുമ്പോഴുള്ള വിശപ്പാണല്ലോ ഇത്. അത് ഡബിൾ ആക്കി എങ്ങനെ ഉണ്ടാവും? ഒന്ന് മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യും. ഡേയും നൈറ്റും നോമ്പ് പറ്റാൻ എങ്ങനെ ഉണ്ടാവും? ഒരു തുള്ളി വെള്ളമില്ലാതെ. അതാണ് ഒരു ദിവസത്തെ വിശപ്പ്. അങ്ങനെ 2ഉം 3ഉം 4ഉം ദിവസം ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന എത്രയോ ആളുകൾ ഈ ദുനിയാവിലുണ്ട്. അവർക്കൊക്കെ അത് കിട്ടട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 8 ബില്യൺ ജനങ്ങളില്ലേ ഈ ലോകത്ത്? ഇല്ലേ? ഈ 8 ബില്യൺ ജനങ്ങളിൽ കുറേ പേര് പട്ടിണിക്കാർ, കുറേ പേര് പണക്കാർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 8 ബില്യൺ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ഈ ലോകത്തുണ്ടോ? ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഉണ്ട് എന്നുള്ളവർ ഇങ്ങനെ കൈ കാണിക്കുക. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഫുഡ് കഴിക്കാനുള്ള ഫുഡ് ലോകത്തുണ്ട് എന്നുള്ളവർ. ശരി, ഡൗൺ. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ പട്ടിണി എടുക്കേണ്ടി വന്ന്? ഹംദാന്. സാറേ, ഈ ചിലവരൊക്കെ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യും. പൈസക്കാരൊക്കെ പറയണവരൊക്കെ വെറുതെ കൊറേ ഫുഡ് വേസ്റ്റ് ചെയ്യും, ഫുഡ് കൊറേ കളയലൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. ഓക്കെ, ഒന്ന് ഫുഡ് കളയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാലൊക്കെ കൊണ്ടുപോയി കളയുന്നുണ്ടെന്ന്. ചില രാജ്യങ്ങളിൽ ഒരുപാട് പാല് പുറത്തുണ്ട്, അതിന് മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ പറയുന്നത് കേട്ടോ, അങ്ങനെ കളയുന്നുണ്ടെന്ന്. ഓക്കെ, അതൊരു സംഗതി. ബിസിനസ്സിന് വേണ്ടിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് റേറ്റ് കൂട്ടി വിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. സത്യാവസ്ഥ ഇത് തന്നെയാണ്. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും നന്നായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഈ 8 ബില്യൺ അല്ല, 16 ബില്യൺ അല്ല, ഒരു 30 ബില്യൺ ജനങ്ങൾ ലോകത്തുണ്ടെങ്കിലും
അത്രയും പേർക്ക് സുഭിക്ഷമായിട്ട് സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ഈ ലോകത്ത് അള്ള പടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ആ ക്വസ്റ്റ്യനോടൊപ്പം ഈ ഇത്രയും ഫുഡ് വേസ്റ്റ്, ഇപ്പം ഹംദാന് പറഞ്ഞു പൈസക്കാരായ ആളുകൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില കല്യാണത്തിനൊക്കെ ചെമ്പുകൾ, ഒരുപാട് ചെമ്പ് ചോറ് അധികം വെക്കും. എന്തിനാ അധികം വെക്കണ അറിയോ? ഗസ്റ്റ് വന്നിട്ട് അഥവാ അവർക്ക് ഫുഡ് കിട്ടാതായാലും എന്നൊരു പരാതിയായിരിക്കും. അതുകൊണ്ട് ഫുഡ് എക്സ്ട്രാ ഉണ്ടാക്കും. എന്നിട്ട് ചില പിന്നെ വീട്ടിൻ്റെ പിറകിൽ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി, അല്ല കല്യാണത്തിൻ്റെ അന്ന് രാത്രി കുഴി കുത്തിയിട്ട് അതിൽ ബിരിയാണിയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അത്രേ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത്രേ. അത് ഫുഡ് വേസ്റ്റ്. ഓക്കെ, പക്ഷേ അത് വലിയ കാര്യമല്ലേ? നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എത്ര പേര് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്? പറയൂ. ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ടോ? ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് വലിയ തെറ്റാണ്. വലിയ അദബുകേടും വലിയ തെറ്റുമാണ്. നിങ്ങളെങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കണ്ണൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ആർത്തി കൂടുതലായിരിക്കും. ആർത്തി ഉള്ളവരൊക്കെ കൈപോക്ക്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ടേബിളിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആദ്യം എന്താ പ്ലാൻ ചെയ്യുക? അത് തിന്നണം, ഇത് തിന്നണം, അത് തിന്നണം, ഇതൊക്കെ ഇങ്ങനെ. അത് ആർത്തിയാണ്. പത്തിരി പത്തിരി കഴിച്ചവർ കൈപോക്കി. പത്തിരി നമ്മുടെ നാട്ടിലൊക്കെ പത്തിരി അതാ നോമ്പിന് സാധാരണ കൂടുതലുണ്ടാവുക. ഓക്കെ, പത്തിരി, ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, അല്ലേ? ഇത് ഈ ഞാൻ പത്തിരിനെ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എത്ര പത്തിരി തിന്നാൻ കഴിയും നോമ്പ് തുറക്കുമ്പോൾ? വിരലോണ്ട് കാണിച്ചേ. ജൗഹർ രണ്ട് പത്തിരി മതിയോ നോമ്പ് തുറക്കുമ്പോൾ? അതെയോ, അത്രയേ ഉള്ളൂ? ശരി, ഒരു പത്തിരിയോ മിൻഹ? ഒരു പത്തിരി നിന്നിട്ട് നോമ്പ് തുറക്കല്? നമ്മുടെ ഒക്കെ നൈസ് പത്തിരി കേട്ടോ. നിങ്ങളവിടെയൊക്കെ മറ്റേ ടയർ പത്തലായിരിക്കും. കണ്ണൂർ ഭാഗത്തൊക്കെ ടയർ പത്തലുണ്ട് അല്ലേ? സേറ ഇല്ലേ അവിടെ? ടയർ പത്തലുണ്ടോ അവിടെ? സേറ കാസർഗോഡ് എന്താ? സേറ കേൾക്കുന്നുണ്ടാ? അവിടെ ടയർ പത്തിൽ പറഞ്ഞ സാധനം ഇങ്ങനെ തടിച്ചിട്ട് അവിടെ ജവനുണ്ടല്ലോ, ആത്തിഫ് ഇല്ലേ? അതെ. ഞാൻ കുറ്റിയാടി പോയപ്പോൾ ആദ്യമായിട്ട് കിട്ടി എനിക്കത്. ഒരു നോമ്പ് തുറക്കാൻ ഒരു വീട്ടുകാർ ക്ഷണിച്ചിട്ട് ടയർ പോലത്തെ സാധനം ഇത്ര കട്ടിയുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ ഇതെങ്ങനെ കടിച്ചു മുറിച്ച് തിന്നണം. ഇത്ര കട്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാവുമ്പോൾ പിന്നെ ഒന്ന് മതി. എൻ്റെ വീട്ടിലൊക്കെ ഒരു പേപ്പർ പോണത്തെ പേപ്പറിൻ്റെ അത്ര പരന്ന പത്തിരിയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. അതൊന്ന് തിന്നാൽ എവിടെ എത്തൂല. ഓക്കെ, ടയർ പത്തിലാണ് ഒന്ന് ധാരാളമാണ്. ഒന്ന് തന്നെ മതി. ഫിനിഷ്, കാം ഖത്തം അല്ലേ? നോക്കൂ, കുട്ടികൾ ചെയ്യുക എന്താ വെച്ചാൽ പത്തിരി ഇങ്ങനെ കുറേ എടുക്കും, കുറേ കറി വയ്ക്കും. ചോറാണെങ്കിൽ ഒരുപാട് ഇടും, എന്നിട്ട് കുറേ കറി വയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് തിന്നു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് എണീറ്റ് പോകും. ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? വെരി സിമ്പിളാണ്. ഇച്ചിരി ബുദ്ധിയുള്ള ആളുകൾക്ക് പറയാൻ പറ്റും. ഫുഡ് മതിയായി എന്ന് പാരൻസിനോട് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് എണീക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വെരി സിമ്പിളായിട്ടൊരു കാര്യം. സൽമാനെ, ദുആ ആയിട്ട് ഇതിന് ബന്ധമല്ല. ദുആ വേറെ ചെയ്തോ. ദുആ ആയിട്ട് ഇതിന് അത് എല്ലാം നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. ഇത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ആർക്കാ പറയാൻ പറ്റുക? ഹംദാന്. കുറച്ചായിട്ട് തിന്നാ മതി. അവൻ പറയുന്നത് ഒരു ലോഡ് എടുക്കുക, എന്നിട്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം. കുറച്ച് 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 തിന്നാന്നാണ് പറയുന്നത്. മഫൂസ് കുറച്ചെടുക്കണം. പക്ഷെ എന്റെ വീട്ടില് ഉമ്മയായിട്ട് ഓക്കെ, അതിൽ വേറൊരു സംഭവമുണ്ട്. ഉമ്മാർക്ക് സ്നേഹം കൊണ്ട് ഇട്ടു, നിങ്ങളെ ക്വാണ്ടിറ്റി ഒന്നും അറിയില്ല, ഒന്നായിട്ട് ഇട്ട് തരും. വല്യമാരെ കണ്ട് നോക്കും വേണ്ട, തിന്ന് തന്നെ ഒരുപാട് ഇടും. എന്നിട്ട് ലാസ്റ്റൊക്കെ വേസ്റ്റ് ആവുക ചെയ്യാം. എപ്പോഴും കുറച്ച് ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരിഹാരം. കുറച്ച് മതി. ഒരു പത്തിരി 2 പത്തിരി ഇടുക. ഇനി എടുക്കാമല്ലോ. ഈ കോരിയില്ലേ നമ്മൾ ഈ ചോറൊക്കെ കോരുന്നത്, അതിൻ്റെ ഒരു ഹാഫ് എടുത്തിടുക, എന്നിട്ട് കുറച്ച് കറി ഒഴിക്കുക, എന്നിട്ട് അത് തിന്നുക.
മെല്ലെ പയ്യെ പയ്യെ തിന്നുക, കുറച്ച് തിന്നുക അല്ലേ? എന്നിട്ട് പിന്നെ വേണമെങ്കിൽ അടുത്തെടുത്താൽ മതി. ഇങ്ങനെ ഓരോ കാര്യവും അങ്ങനെ തന്നെ ചെയ്യുക. പാരൻസ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എവിടെയും സൽക്കാരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ കുടുംബക്കാർ കുറേ ഇടും. അവരോട് പറയും വേണ്ട, എങ്ങനെ കൈവച്ചോ, ഇങ്ങനെ വേണ്ട ഇടണ്ട അല്ലേ എന്ന് പറയാം. ഇങ്ങനെ കൈവച്ചാൽ മതി പ്ലേറ്റും മേലെ, വേണ്ട അല്ലേ, ഞാൻ എനിക്ക് വേണ്ടി എടുത്ത് തിന്നോളാം, ഞാൻ വേണേ തിന്നോ, ഞാൻ ഇവിടെ വിരുന്നൊന്നുമില്ല, എനിക്ക് വായില്ല, ഞാൻ തിന്നോളാം, നിങ്ങൾ എന്തിനെങ്ങനെ സൽക്കരിക്കണേ, ഞാൻ തിന്നോളൂല്ലേ എന്ന് വാ തുറന്ന് പറയാ. എന്നിട്ട് വേസ്റ്റ് ആക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ലോകത്ത് നടക്കുന്ന പോറ്റി, ലോക പട്ടിണിയുടെ നമുക്ക് പറ്റാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെ ചെയ്യാം. അതാണ് കുലു വഷ്റബു. ഖുർആൻ പറഞ്ഞു, ഖാലല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം, കുലു വഷ്റബു ഹലാലൻ ത്വയ്യിബൻ, ഹലാലായതും നല്ലതും നിങ്ങൾ തിന്നോളൂ. അപ്പോൾ അത് ഇത്രയും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താണ്? ഹലോ, എന്താ ഓർമ്മ വരേണ്ടത്? ആ, കുറേ പേര് കൈവക്കുന്നുണ്ടല്ലോ. ആ, നാസിൻ, ഒന്നുകൂടെ പറ. കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവരെ. അതന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടതാണ്. നമ്മൾ ഒരു നല്ല ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇനി നല്ല ഒന്നും വേണ്ട, വെറുതെ ഒരു ചോറും സാധാ കറിയും ആണെങ്കിൽ പോലും ഇതില്ലാത്ത എത്രയോ പേരുണ്ട്. നിങ്ങളറിയോ, ഈ ബീച്ച് ഏരിയയിലുള്ള കളിമണ്ണ് പോലത്തെ ചെളിമണ്ണ് എടുത്ത് പത്തിരി പോലെ പറ്റി തിന്നുന്ന ആളുകൾ, ഇല തിന്നുന്ന ഫലസ്തീനിലെ കുട്ടികൾ ഇല തിന്നുന്നതിൻ്റെ വീഡിയോസ് അയച്ചിരുന്നു അല്ലേ? ഇല തിന്നേണ്ടി വരികയാണ്, ഇല പറിച്ച് തിന്നേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള പട്ടിണിക്കാരെ ഇനി ലോകത്ത് വേറെ അടിമോട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡൽഹിയിലുള്ള ഒരു വീഡിയോ. ഡൽഹി പോയ സമയത്ത് പിന്നെ അവിടെ കണ്ട കാഴ്ചകൾ. ഇത്ര ആളുകളാ പട്ടിണിക്കാർ, കുട്ടികൾ തന്നെ ഉള്ളവരുണ്ട്. കുട്ടികൾ ഭക്ഷണം കഴിക്കാനില്ലാതെ, നിങ്ങളെ പേരൻസ് നിങ്ങൾക്ക് ഫുഡ് തരുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പേരൻസ് നിങ്ങൾക്ക് ഫുഡ് തരുന്നില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? ആലിഫ് എന്ത് ചെയ്യടാ, നീ അവിടെ കിടന്ന് കരയും, അല്ല എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട്. നോമ്പെടുക്കും. നോമ്പെടുത്ത് മഗ്‌രിബിന് എന്ത് ചെയ്യും? ഞാൻ ഫുൾ ദിവസം നോമ്പെടുക്കും. ഫുൾ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് എന്ത് ചെയ്യും? ഫുൾ ദിവസം നോമ്പ് പിടിക്കൂല, തല കറങ്ങി അവിടെ കിടക്കും കേട്ടാ. അല്ലെ, അതിങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ. പേരൻസ് ഫുഡ് തരില്ല, എന്ത് ചെയ്യും? ഖുർആനിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ മുൽക്കിൽ അവസാനത്തെ ആയത്തില് അല്ലേ, ഖുൽ റഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. നിങ്ങൾക്ക് വെള്ളം ഞാൻ എടുത്ത് തരുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹ് ചോദിക്കുകയാണ്. വെള്ളം അള്ളാഹ് തരണ്ടേ? വെള്ളം ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കായോ ഈ പറഞ്ഞ ടെക്നോളജിയിലെ ജപ്പാനോ ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയോ വിചാരിച്ചാൽ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ കഴിയും? വെള്ളം അള്ളാഹ് തരണം, അത് പ്രകൃതി തരണമാണ്. നാച്ചുറിൽ നിന്നാണ്, ഈ പ്രകൃതിയിൽ നിന്നാണ് നമുക്കുള്ള സകല ഫുഡും ഉണ്ടാകുന്നത്. ഫുഡ് ഉണ്ടാക്കണ അള്ളയല്ലേ? ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമോ മനുഷ്യന്? ഹലോ, ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡിന്റെ പേര് പറഞ്ഞേ. ആ, ഒന്ന് പറഞ്ഞേ, എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡ്. സാലിഫ് എന്നെ പറ. മനുഷ്യനുണ്ടാക്കുന്ന ഫുഡ് ചപ്പാത്തിയും ഓനക്ക് ആരെ പറഞ്ഞ് മനസ്സിലാക്കുക? ഓൻ പറയണ ഇപ്പൊ ചപ്പാത്തി മനുഷ്യൻ ഉണ്ടാക്കലാണ്. അതാരാ അവനക്ക്? ആരാ പറഞ്ഞു കൊടുക്കുക? ആരാ പറഞ്ഞു കൊടുക്കുക? ജവഹർ പറഞ്ഞു കൊടുക്കുക. അവനത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ല, അത് കിട്ടുന്നത് അള്ളാഹുന്റെ അടുത്തുനിന്ന്. ആ, ചപ്പാത്തി എങ്ങനെ ഉണ്ടാവണേ? ചപ്പാത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണ എങ്ങനെയാണ്? ചപ്പാത്തിക്കുള്ള മെറ്റീരിയൽസ് എവിടുന്ന് വരുന്നത്? മണ്ണിന്ന്, പച്ച മണ്ണിന്നാണ് ഈ സാധനം വരുന്നത്. ഗോതമ്പ് ഉണ്ടാവണ്ടേ? ഗോതമ്പ്, അരി പോലത്തെ ഒരു സാധനം ഉണ്ട്, ഗോതമ്പ് എന്ന് പറയും അല്ലേ? ആ, ഈ സാധനം ചെടി മുളച്ച് വരണ്ടേ സാധനം? അത് വരണമെങ്കിൽ അത് അല്ല ഉണ്ടാക്കണ്ടേ? ക്രിയേഷൻ അല്ലേ? പഴം, ഫ്രൂട്ട്സ്, ആപ്പിള്, മാംഗോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കഴിക്കുന്ന വത്തക്ക അല്ലേ, വാട്ടർമെലൺ, ഇതൊക്കെ അല്ല ഉണ്ടാക്കി തരണ്ടേ? ഫുഡെല്ലാം അല്ല തരുന്നതല്ലേ? ചോക്ലേറ്റ്, ചിലർ ചോക്ലേറ്റ് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണെന്നാണ്. ചോക്ലേറ്റ് ആരുണ്ടാക്കുന്ന? അല്ല ഉണ്ടാക്കുന്നതാണ്. മനുഷ്യനൊക്കെ ഈ മെറ്റീരിയൽസ് എടുത്ത് ഉണ്ടാക്കാന്നേ ഉള്ളൂ. പഞ്ചസാര എവിടുന്നാ വരുന്നത്? ചെടികളിൽ നിന്നാണ്. ചെടികൾ തരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? പ്രകൃതി, ഈ പ്രകൃതിയിൽ അള്ളയാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ആതിഫ് അല്ല മഹ്ഫൂസ്. ആനിമൽസ് അല്ല ക്രിയേറ്റ് ചെയ്തതാണ്, പക്ഷെങ്കിൽ മീറ്റ്, ചിക്കൻ. ആ, അതും ചെടികളെ തിന്നിട്ടല്ലേ? ചെടികളെ തിന്നല്ലേ ആനിമൽസ് വളരുന്നത് അല്ലേ?
ചിക്കനും അങ്ങനെ തന്നെ, കോഴിക്ക് ഫുഡ് വേണ്ടേ? എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്ത് ക്രിയേഷൻ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്താൽ മതി. നമുക്കൊന്നും ഒരു ഈച്ചയെ പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണത്തിന് മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ, ഇഫ്താറിന് ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ, ഇപ്പം വിശന്നിരിക്കുന്നവർ, ഇപ്പം നോമ്പുള്ളവർ കൈപൊക്കി, ഇപ്പം നോമ്പുള്ളവർ കൈപൊക്ക്. ജൗഹറുണ്ട്, സൽമാനുണ്ട്, സാലിഫുണ്ട്, ഷെസാനുണ്ട്. ജന്നക്കെന്തിന് നോമ്പ്? ജന്നക്കെന്തിന് നോമ്പ്? ഇപ്പൊ നോമ്പുണ്ടാ? ഏ വെറുതെ പറയാം, അവരുണ്ടെന്ന് പറഞ്ഞ. ജിയക്ക് നോമ്പുണ്ട്, അസീമിന് നോമ്പ്. അവരൊക്കെ പുറത്തുള്ളവരാ. ഹിബക്ക് നോമ്പുണ്ട്. പുറത്തുള്ളവർക്ക് നോമ്പുണ്ട്. യുഎയിലുള്ളവരും സൗദിയിലുള്ളവർക്കൊക്കെ നോമ്പുണ്ട്. നിങ്ങൾക്ക് അല്ല, ബാക്കിയുള്ളവരൊക്കെ നോമ്പ് തുറന്നല്ലേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശുക്ർ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ഓരോന്ന് കഴിക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഭക്ഷണത്തോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ചായ കുടിക്കുന്നവരൊക്കെ കൈപൊക്കി. ചായ കുടിക്കാത്തവരുണ്ടാവാറില്ല. ഞാൻ ചായ കുടിക്കലില്ല. ചായ കുടിക്കുന്നവർ അത്, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്നവർ അത് മുഴുവനായിട്ട് കുടിച്ച് ലാസ്റ്റ് ഇത്തിരി ബാക്കി വെക്കരുത്. മുഴുവനായിട്ട് കുടിക്കാം. പാത്രമൊക്കെ വടിച്ച് കഴുകി വടിച്ച് വടിച്ച് തിന്നുക. അതിൽ ലാസ്റ്റ് തിന്നുന്ന ഒരു അരിമണി പോലും വേസ്റ്റ് ആവാതെ നിങ്ങൾ പ്ലേറ്റ് വിരൽ നക്കിയെടുക്കണം എന്നാണ്, നാവ് കൊണ്ട് നക്കിയെടുക്കണം എന്നാണ് അല്ലേ? അതായത് കറികൾ പോലെ അതിൽ സുന്നത്ത് നമ്മൾ അയ്യെന്ന് വിചാരിക്കും, പക്ഷെ അതൊന്നും വേസ്റ്റ് ആക്കരുത്. അതിലൊക്കെ ലാസ്റ്റ് കഴിക്കുന്നതിൽ പ്രത്യേക ബർക്കത്തുണ്ടെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ബ്രോസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ? KFC-യോ അല്ലെങ്കിൽ പിന്നെന്താ പിന്നെന്താ അതിൻ്റെ പേര്, ഷവായ, ഷവർമ്മ, പിന്നെന്താ പിന്നെന്താ അൽബൈക്ക്. ഈ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് മരിച്ചോളും അല്ലേ? പക്ഷെ അതൊക്കെ ഓവറായിട്ട് തിന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് വേസ്റ്റ് ആക്കും. ആവശ്യമുള്ളത് കഴിക്കുക, ആവശ്യമില്ലാത്തത് മാറ്റി വെക്കുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, പക്ഷെ വേസ്റ്റ് ആക്കരുത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോകത്ത് 8 ബില്യൺ ആളുകളുടെ ലോകത്ത് എത്ര കോടി പട്ടിണിക്കാരുണ്ട് ലോകത്ത്? ആത്തിഫ് പോയോ? എത്ര എത്ര ബില്യൺ ആൾക്കാർ പട്ടിണി എടുക്കുന്നവരുണ്ട്? ബെലോ പോവർട്ടി ലൈൻ എന്നൊക്കെ അടിച്ചു നോക്ക്. നമുക്ക് എന്ത് സൊല്യൂഷനാണ് ഈ ഇത്രയും എത്ര പേരുണ്ടടാ? ഇന്ത്യയില് 25 crore. 24 കോടി ഇന്ത്യയില് ഇന്ത്യയിൽ. ആ 100 കോടി അപ്പുറത്ത് ബാക്കിയുണ്ട്. മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കും. 24 കോടിയെ അല്ലേ? ജവഹർ എന്താ പറഞ്ഞ? 3.5. 3.5. അതായത് 8-ൽ 3.5 ആണോ? വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 700 million people. പട്ടിണിക്കാരോ? 800-ൽ 100 അപ്പം ഫുഡ് അയച്ച് ജീവിക്കുന്നവരുള്ളൂ. ആ 100-ലാണ് നമ്മൾ പെട്ടിരിക്കണേ. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഭക്ഷണമില്ലേ? ഭക്ഷണം ഇല്ലാത്തവർ ഇത്രയും ആളുകൾ ഭക്ഷണം ഇല്ല എന്നുള്ളത് എന്ന കണക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടേത് വേസ്റ്റ് ആക്കാതെ നമ്മൾ നമ്മുടേത് വേസ്റ്റ് ആക്കാന്നാൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടും. നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. റൈറ്റ്? ഓക്കെ, ഇൻഷാ അല്ലാഹ്. മഹ്ഫൂസ് പറയും. പക്ഷെങ്കില് ഈ എർത്തില് 8.6 ബില്യൺ ഉണ്ടല്ലോ. 8.6 ബില്യണേക്കാളും കൂടുതൽ ആളുകൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം UAE നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ടുണ്ടോ? എന്ത് രസമാണല്ലേ? ഫ്ലൈറ്റ് കയറിയവരൊക്കെ കൈപോക്കി. ഫ്ലൈറ്റിൽ കയറിയവർ, ഫ്ലൈ ചെയ്തവർ, നമ്മളെല്ലാവരും കയറിയില്ലേ? കയറാത്തവർ പോയി നോക്കി. കയറാത്തവരെ കാണട്ടെ. കയറാത്തവർ, ഫ്ലൈറ്റിൽ ഇതുവരെ കയറാത്തവർ. സൈന കയറിയില്ല അല്ലേ? റാസിൽ കയറിയില്ല. നീ മലേഷ്യ പോകുമ്പോൾ ഫ്ലൈറ്റിലല്ലേ പോലെ? നിങ്ങൾ ഫ്ലൈറ്റിന് താഴോട്ട് നോക്കും. എന്ത് രസമല്ലേ? പിന്നെ പോകാത്തവർ ഇൻഷാല്ല പോകണം. ഒരു ദിവസം ചാൻസ് കിട്ടുമ്പോൾ പോവുക. ചാൻസ് കിട്ടും ഇൻഷാല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ എന്താ കാണുക? ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കണ്ടവർ പറ. അതെയും എന്താ കണ്ടത്? നീ കിടന്നുറങ്ങിയല്ലേടാ? നീ ലെഫ്റ്റ് ആവട്ടെ.
ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലാസ്റ്റ് ഇത് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ദുആ ചെയ്ത് നിർത്തുകയാണ് കേട്ടോ, എൻഡ് ചെയ്യാണ് ഇത് പെട്ടെന്ന്. എന്താ കാണുക? ഗ്രാസ് പോലത്തെ സംഭവം. ഇത് കാണും. ഇപ്പോൾ എൻ്റെ ബാക്കിലുള്ള ജൗഹറിൻ്റെ ബാക്കിലുള്ള പോലെ നിറയെ ലൈറ്റ് കാണും രാത്രിയാണെങ്കിൽ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ കടൽ കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് മുറിച്ച് കടലിനിക്കരെയാണല്ലോ നമ്മുടെ നാട്. അതായത് കടലിന്റെ മേലെ കൂടെ ഫ്ലൈ ചെയ്യുന്നതിന്റെ കുറച്ച് മുമ്പ് നമ്മൾ കണ്ണ് മുഴുവൻ ഡെസേർട്ടാണ്. എത്രയാ ഭൂമി കിടക്കുന്നത് വിശാലമായിട്ട്. എന്നിട്ടാണ് മണ്ണിന് വേണ്ടി അടി കൂടുന്നത്. ഈവൻ ഫലസ്തീൻ അടക്കം. ഫലസ്തീൻ്റെ പ്രശ്നം വേറെയാണ്, എന്നാലും പറയാം. എത്രയോ ഭൂമി കിടക്കുന്നത്, ലാൻഡ് എത്രയോ വിശാലമായിട്ട് കിടക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് സൂപ്പറായിട്ട് അടിപൊളി വീടുണ്ടാക്കി അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും അള്ള തന്നിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അത് യൂസ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഇത് 2 പരീക്ഷണമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, പാവപ്പെട്ട ആളുകളല്ല പരീക്ഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിങ്ങൾ ജീവിക്കുക. പണമുള്ളവരെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്. ഇൻഷാ അല്ലാഹ് എൻഡ് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യുക, ദുആ ചെയ്യാണ്. ഒരു കാര്യം കൂടെ, ആരൊക്കെ ഖുർആൻ ഇന്ന് രാത്രി ഇന്ത്യൻ ടൈം ഫുൾ നൈറ്റ് ഖുർആൻ ഓതാൻ പോവാണ്. ഫുൾ നൈറ്റ് ഖുർആൻ ഓതിയിട്ട് ഒരു ദിവസം 7 ജുസ് വെച്ച് തീർക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആളുകളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, നൈറ്റ് ജോയിൻ ചെയ്യുക. ഇന്ന് രാത്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വൈഫൈ വേണം വീട്ടിൽ, എന്നാലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റും വേണം, ഓതും വേണം. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ, വിശുദ്ധ റമദാൻ പ്രയോജനപ്പെടുത്തുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, നല്ല ഭക്ഷണം തന്ന് ജീവിതത്തിൽ പട്ടിണി അടക്കാതെ ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് തന്നു ഇതുവരെ. അള്ളാഹുവെ, ഇനിയും മരണം വരെ അങ്ങനെ നീ റിസ്ഖ് നൽകണേ അല്ലാഹ്. അള്ളാഹു നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം നൽകണേ അല്ലാഹ്. അള്ളാഹു ഭക്ഷണം ഇല്ലാത്ത കോടാനുകോടി ജനങ്ങൾ ഈ വിശുദ്ധ റമദാനിലടക്കം പട്ടിണി കിടക്കുന്ന, പ്രത്യേകിച്ച് ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങൾ, അതല്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തും സ്ഥിരം പട്ടിണിക്കാരായ ഒരുപാട് പേരുണ്ട്. ആഫ്രിക്കൻ നാടുകളിലുണ്ട്, പല രാജ്യങ്ങളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഇന്ത്യയിലുണ്ട്. അള്ളാഹു ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാകാം. അള്ളാഹു അവർക്കൊക്കെ അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഹിദായത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം.